ഇതോടുകൂടി കല്യാണ പാർട്ടി കൂടെ അവസാനിക്കുകയാണ്. അങ്ങനെ നമ്മൾ മറുവീടിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. പോയി നമുക്ക് വഴി അറിഞ്ഞുകൂടാതെ ഏതൊക്കെ തോട്ടിലൊക്കെ എത്തി. അങ്ങനെ ഞെക്കായ കളിയാക്കുകയാണ്. അവസാനം നമ്മൾ തോടൊക്കെ കടന്നതാ ചെറുക്കൻ്റെ വീടെത്തിയിരിക്കുന്നു. അങ്ങനെ ചെറുക്കൻ്റെ വീട്ടിലോട്ട് ഇറങ്ങിപ്പോകണം. അങ്ങനെ അവിടെ ചെന്നപ്പം അലമാരി സിനിമയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഒരു അലമാരി ഇറക്കൽ അപാരതയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ചെന്നപ്പോഴേ ഉമ്മായൊക്കെ തട്ടിവിടെയാണ്. നമ്മളെന്ന് വെയിറ്റ് ചെയ്ത് നിന്ന പോലുമില്ല. അവിടെ തട്ടിവിടൽ തുടങ്ങി. ഞാനൊരു ചായയൊക്കെ കുടിക്കാൻ തീരുമാനിച്ചു. അവിടെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മളെ കുരുട്ടി. ഓക്കെ, ഇനി നിന്നെ ഞാൻ യൂട്യൂബിൽ ഇടാമേ. ഓക്കെ, നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ വീട്ടിൽ വന്നത്? അങ്ങനെ ഇവനെ കിട്ടിയതുകൊണ്ട് എനിക്ക് ബോറടിക്കാതെ കുറേ ടൈം അങ്ങ് പോയി. പിന്നെ ഇതാ പെണ്ണ് ഡ്രസ്സൊക്കെ മാറ്റി അടുത്ത ഡ്രസ്സും കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഇതാ വന്നിരിക്കുന്നു. പിന്നെ നമ്മളും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഉരട്ടി നല്ല അടിപൊളി ബീഫ് കറി ആയിരുന്നു. അങ്ങനെ നമ്മൾ നേരെ കുടുംബ വീട്ടിലെത്തി. പിന്നെ കൊടിയമ്മടുത്ത് കുറച്ച് സൊറയൊക്കെ പറഞ്ഞിരിക്കണമല്ലോ. പിന്നെ കൊടിയമ്മടുത്ത് സൊറയൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം ഉമ്മ നട്ട കമ്പിളി തരങ്ങി പെറുക്കി ഇറങ്ങി. 2 എണ്ണം അല്ല 3 എണ്ണം കിട്ടി. അങ്ങനെ കൊടിയമ്മയെ ഞാൻ കുറച്ച് ഒരുക്കി റീൽസൊക്കെ എടുത്തിട്ട് നേരെ നമ്മളത് ആ പെണ്ണിൻ്റെ വീട്ടിൽ വന്നു. അപ്പോഴത്തേക്ക് പെണ്ണ് ചെറുക്കനും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ കുറച്ച് നേരം അവരുടെ അടുത്ത് നിന്ന് കത്തിയൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ നേരെ മടവൂരോട്ട് പോവാണ്. എനിക്കൊരു ചെരുപ്പ് പിടിക്കണമായിരുന്നു. അങ്ങനെ അവിടെ വന്നതായി ഇത് തുറന്നു നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.